ഹലോ, ഇന്നൊരു മോമോസ് പരീക്ഷണമായാലോ. ഞാൻ ആകെ ഒരേ ഒരു വട്ടം നമ്മളെ കൊട്ടിയം ട്രീ മാളില്ലേ അവിടെ നിന്നാണ് ഈ മോമോസ് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇന്നേ വരെ മോമോസ് കഴിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ കുറച്ച് ചിക്കൻ ഇരുന്നപ്പോൾ ഇന്നത്തെ പരീക്ഷണം ചിക്കൻ മോമോസ് ആയാലോ എന്ന് കരുതി തുടങ്ങിയതാ. ജസ്റ്റ് ഒരു പരീക്ഷണം മാത്രമാണ്. ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മാവെല്ലാം നന്നായിട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മിക്സിങ്ങിലേക്ക് സവോള, മല്ലിയില, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് വേവിച്ചെടുത്ത ചിക്കൻ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി മതി കേട്ടോ, ചെറിയൊരു കളറിന് വേണ്ടിയാ. 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1-2 സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. സ്പൂൺ വെച്ചോ കൈ വെച്ചോ മിക്സ് ചെയ്യാം. ഞാൻ സ്പൂൺ വെച്ചാണ് ഫസ്റ്റ് ചെയ്തത്. പക്ഷേ സ്പൂൺ വെച്ച് ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ ആ മിക്സ് ചെയ്യുന്നതിൻ്റെ ഫീലിങ് കിട്ടില്ല. അത് നന്നായിട്ട് കൈ വെച്ച് ഇളക്കി കൊടുത്ത് നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കാം. ഇനി ആ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുത്തിട്ട് ഇതൊരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പ് ചെയ്യുന്നത് കുറച്ച് റിസ്കി ടാസ്ക് ആയിട്ട് ഞാൻ എൻ്റെ അനിയത്തി ഏൽപ്പിച്ച് അവൾ എങ്ങനെയൊക്കെ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇനി അത് ആവി ഇരുന്ന സമയം കൊണ്ട് ബാക്കി ഫില്ലിങ്സ് കൂടെ റെഡിയാക്കാം. ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നത് കുറച്ച് പാടാണ്. ഞാൻ വേറൊരു ഡിസൈൻ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചും കൂടെ ബെറ്റർ കേട്ടോ. ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ ഫോർക്ക് വെച്ചൊന്ന് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം ഇവിടെ റെഡി ആയിട്ടോ. ഞാൻ ഈ ഫോർക്ക് വെച്ച് ചെയ്യുന്നുണ്ടപ്പോൾ മിക്കുസിനും കൂടെ ആഗ്രഹം അവനും കൂടെ ഡിസൈൻ ചെയ്യണമെന്ന്. അങ്ങനെ അവനെ കൊണ്ടും കുറച്ച് ഡിസൈനിങ് ചെയ്യിപ്പിച്ചു. പക്ഷേ ആൾ ഞാൻ വിചാരിച്ച പോലെ നല്ലായിരുന്നു കേട്ടോ. എന്നേക്കാൾ വൃത്തിക്ക് അവൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 സെറ്റ് മോമോസും ഇവിടെ നന്നായി സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി കോംബോ ആയിട്ട് നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, എനിക്ക് ഈ മോമോസ് മാത്രം കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റൊന്നും തോന്നിയില്ല, കൊള്ളാത്രേ ഉള്ളേ. പക്ഷേ തക്കാളി ചട്നിയോടെ കൂട്ടി കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു ലക്ഷ്യമില്ല കേട്ടോ. അപ്പോൾ ഓക്കെ, ചേട്ടാ എല്ലാവരും തക്കത്തേ